കേരളീയ ഇസ്ലാമിക സമൂഹത്തിന് നികത്താനാകാത്ത ഒരു വലിയ നഷ്ടം കൂടി സംഭവിച്ചിരിക്കുന്നു. വിജ്ഞാനത്തിൻ്റെ ആഴക്കടലായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നു. പണ്ഡിതൻ, അധ്യാപകൻ, എഴുത്തുകാരൻ, സംഘാടകൻ എന്നീ നിലകളിലൊക്കെ അരനൂറ്റാണ്ടിലധികം സമുദായത്തിന് വഴികാട്ടിയ പ്രഭാവമുള്ള ആ വലിയ വ്യക്തിത്വം ഇനി നമ്മോടൊപ്പമില്ല. 1945 മലപ്പുറം ജില്ലയിലെ തിരൂർക്കാട്ടാണ് ഉസ്താദ് ജനിച്ചത്. ചെറുപ്പം മുതൽക്കേ മതവിജ്ഞാനത്തിൽ അഗാധമായ താൽപ്പര്യം പുലർത്തിയ അദ്ദേഹം EK അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള പ്രമുഖ പണ്ഡിത ശ്രേഷ്ഠരുടെ ശിക്ഷണത്തിലാണ് വളർന്നത്. ആയിരക്കണക്കിന് ശിഷ്യന്മാർക്കാണ് വിജ്ഞാനം പകർന്നു നൽകിയത്. മലയാളത്തിലും അറബിയിലും ഒരുപോലെ പ്രഗത്ഭനായിരുന്ന അദ്ദേഹം കേവലം പരമ്പരാഗത പഠനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിലും പ്രാവീണ്യം നേടി സമകാലിക ലോകത്തോട് സംവാദിക്കാൻ ശേഷിയുള്ള പണ്ഡിതനായി മാറി. കേരളത്തിലെ മഹല്ലുകളിൽ ഖാദിയായി പ്രവർത്തിക്കുന്നതിനോടൊപ്പം ദേശീയ, അന്തർദേശീയ തലങ്ങളിലും ആലിക്കുട്ടി മുസ്ലിയാരുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. ഇന്ന് ഉസ്താദിൻ്റെ വിയോഗത്തിലൂടെ സമസ്തക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും നഷ്ടമായിരിക്കുന്നത് മിതത്വവും പക്വതയുമുള്ള ഒരു മഹാ നേതൃത്വത്തെയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും സ്നേഹത്തോടെയും ശാന്തതയോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്ത നയതന്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. തീവ്ര നിലപാടുകൾക്ക് ഇട നൽകാതെ സമസ്തയുടെ പാരമ്പര്യവും ആശയങ്ങളും മുറുകെ പിടിച്ച് സമുദായത്തെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ ഓർമ്മകളും ആശയങ്ങളും എന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കും. മഹാനായ ആലിക്കുട്ടി മുസ്ലിയാരുടെ പരലോക ജീവിതം അള്ളാഹു സന്തോഷകരമാക്കി നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ പ്രയാസം അനുഭവിക്കുന്ന കുടുംബത്തിനും അനുയായികൾക്കും അള്ളാഹു ക്ഷമ നൽകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കട്ടെ. 81-ാം വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരൂർക്കാട്ടെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഖബറടക്കം നാളെ രാവിലെ 10-ന് തിരൂർക്കാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. 2016-ൽ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ വിയോഗത്തോടെയായിരുന്നു സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിതനായത്. മലപ്പുറം ജില്ലയിലെ ഇരുമ്പുഴി തെക്കുംമുറിയിൽ തിരൂർക്കാട് കുന്നത്ത് മൂസ ഹാജിയുടെയും മാടമ്പി ഇയാത്ത് ടിയുടെയും മകനായി 1945-ൽ ആയിരുന്നു മഹാനവറുകളുടെ ജനനം. ഇന്നൊരു വലിയ നഷ്ടമാണ് സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്നത്. ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗം ഒരു വ്യക്തിയുടെ മരണം മാത്രമല്ല, ഒരു തലമുറക്ക് വഴികാട്ടിയായിരുന്ന ഒരു പണ്ഡിതൻ്റെ വേർപാടാണ്. അറിവും വിനയവും സ്നേഹവും കൊണ്ട് അനേകരുടെ ജീവിതത്തെ സ്വാധീനിച്ച അദ്ദേഹം മതപഠനം മാത്രമല്ല, മനുഷ്യരെ ഒരുമയിലേക്കും നന്മയിലേക്കും ക്ഷണിച്ച വ്യക്തിത്വമായിരുന്നു. ഇത്തരം പണ്ഡിതന്മാർ സമൂഹത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. കുടുംബങ്ങളിലും സമൂഹത്തിലും സമാധാനവും ഐക്യവും വളർത്താനും യുവതലമുറയെ നല്ല വഴിയിലേക്ക് നയിക്കാനും അവരുടെ പങ്ക് വളരെ വലുതാണ്. അത്തരമൊരു ശബ്ദം ഇനി കേൾക്കാനില്ല എന്നത് സമൂഹത്തിന് നികത്താനാവാത്ത നഷ്ടമാണ്.